കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 1, തിരുവചനങ്ങൾ 46 മുതൽ. അക്കാലത്ത് മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്നെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനമനുസരിച്ച് തന്നെ. മറിയം അവളുടെ കൂടെ 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോ മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, ഈയൊരു മംഗളവാർത്താ കാലത്തിൽ, ആഗമന കാലത്തിൽ, നോമ്പുകാലത്തിൽ നമ്മളെല്ലാം പ്രാർത്ഥിച്ചൊരുങ്ങുകയായിരുന്നു ക്രിസ്തുമസിന് വേണ്ടി. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നിറയുവാൻ, ഈശോയെ സ്വീകരിക്കുവാൻ നമ്മളെല്ലാവരും പലതരത്തിലുള്ള നോമ്പാചരണങ്ങളിലൂടെ, ഭക്തിയിലൂടെ, പ്രാർത്ഥനകളിലൂടെ ഒക്കെ നമ്മൾ ഒരുങ്ങുകയായിരുന്നു. നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ, നമ്മൾ കാത്തിരുന്ന് നമുക്കത് കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആനന്ദമുണ്ട്. നമുക്ക് ഒത്തിരി നാളത്തെ കാത്തിരിപ്പിനും പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു അനുഗ്രഹം കടന്നു വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. ആ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മളിപ്പോഴും കാത്തിരിക്കുകയാണ്, ഈശോയെ കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറും കാത്തിരിക്കാറുമുണ്ട്. പക്ഷെ പ്രശ്നം എന്താണ്? നമ്മൾ പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരുപക്ഷെ നമ്മുടെ ലൈഫിൽ സംഭവിക്കാറില്ല. അപ്പോഴാണ് നമ്മൾ നിരാശരാകുന്നത്. ഞാൻ ഇത്ര നാൾ പ്രാർത്ഥിച്ചു, ഞാൻ എന്തോരം കാത്തിരുന്നു, ഞാൻ എന്തോരം നോമ്പെടുത്തു, ഞാൻ എന്തോരം ഉപവസിച്ചു, ഞാൻ പല കാര്യങ്ങൾ ചെയ്തിട്ടും ഞാൻ ചോദിച്ച ഈ ഒരു കാര്യം എൻ്റെ ലൈഫിൽ സംഭവിച്ചില്ല. നമ്മൾ പലപ്പോഴും ഭയങ്കര നിരാശരാകും. ഒരുപക്ഷെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന വലിയൊരു ചലഞ്ച് ഇത് തന്നെയാണ്. ഞാൻ ഒത്തിരിയേറെ പ്രാർത്ഥിച്ചിട്ടും കർത്താവ് എനിക്കത് സാധിച്ചു തന്നില്ല. പ്രിയമുള്ളവരെ, 2 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് നോക്കാം. ഒന്ന്, ഇന്നത്തെ ആദ്യ വായനയിൽ സാമുവേലിനെ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്ന സാമുവേലിൻ്റെ അമ്മ തനിക്ക് ദൈവം തന്നതിനെ നിറഞ്ഞ കൈയോടെ സ്വീകരിച്ച് അത് പൂർണ്ണമായും ദൈവത്തിൻ്റെ ദാനമാണെന്ന് മനസ്സിലാക്കി അത് പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ കാണുകയാണ്. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ തനിക്ക് ലഭിച്ച വലിയൊരു ജീവിത വിളി തിരിച്ചറിഞ്ഞ് അത് തൻ്റെ അവകാശമല്ല, താൻ തൻ്റെ കഴിവ് കൊണ്ടോ തൻ്റെതായ ഒരു പ്രവൃത്തി കൊണ്ടോ നേടിയെടുത്തതല്ല, ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്, സമ്മാനമാണ്, ദാനമാണെന്ന് തിരിച്ചറിയുന്ന മറിയം ദൈവത്തെ പ്രകീർത്തിക്കുകയാണ്. പലപ്പോഴും കൊടുക്കുവാൻ ഒരുപക്ഷെ ചില സമയത്ത് നമ്മൾക്ക് ഇഷ്ടമാണ്, പക്ഷേ എളിമയോടെ സ്വീകരിക്കുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ ജനറോസിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഉദാരമായിട്ട് നമ്മൾ കൊടുക്കുന്നു, ആവശ്യമുള്ളതിന് പേരിൽ കൊടുക്കുന്നു, മനസ്സില്ലാ മനസ്സോടെ കൊടുക്കുന്നു, ഒരു തരത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ദാനമായിട്ട് സമ്മാനമായിട്ടും കൊടുക്കും. പക്ഷേ അതിനേക്കാളും ഉപരി നമ്മൾ പലപ്പോഴും മനസ്സറിഞ്ഞ് സഹായിക്കാറും കൊടുക്കാറുമുണ്ട്. നമുക്ക് പല കാര്യങ്ങളും നൽകപ്പെടുമ്പോൾ എത്രമാത്രം എളിമയോടെ നമ്മളത് സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ അതിനേക്കാൾ വലിയ വെല്ലുവിളി. കൊടുക്കുന്നതിനേക്കാളും എളിമ വേണം നമ്മൾക്ക് സ്വീകരിക്കാനായിട്ട്. കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അറിഞ്ഞോ അറിയാതെയൊക്കെ ഉള്ള ഒരു ഭാവം എന്താണ്? എനിക്ക് ഉള്ളതിൽ നിന്ന് ഞാൻ കൊടുക്കുകയാണ്, എനിക്കൊരു നല്ല കാര്യം ചെയ്യാൻ സാധിച്ചു, എനിക്ക് എന്നോട് തന്നെ ഒരു സന്തോഷം തോന്നുന്നു, ഒരു ആത്മസംതൃപ്തി തോന്നുന്നു. പക്ഷേ സ്വീകരിക്കുമ്പോൾ, ഒരുപക്ഷെ ആവശ്യങ്ങളുടെ നേരങ്ങളിൽ സ്വീകരിക്കുമ്പോൾ, അതല്ലെങ്കിൽ മറ്റുള്ളവർ നമുക്ക് നന്മ ചെയ്യുമ്പോൾ, നമ്മളെ സഹായിക്കുമ്പോൾ എളിമയോടെ അത് സ്വീകരിക്കുവാനും ഒരുപക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഈ ഒരു വിനയവും
എളിമയുമാണ്. അതാണ് പരിശുദ്ധ കന്യകാമറിയവും ഹന്നായും ഒക്കെ ഇന്നത്തെ വചനഭാഗങ്ങളിൽ നമ്മൾ കാണിച്ചു തരുന്നത്. എളിമയോടെ സ്വീകരിച്ച് നന്ദി പറയാനുള്ളൊരു മനോഭാവം നമുക്കുണ്ടാവട്ടെ. ഈ ഒരു അവസരത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്കില്ലാത്തതുണ്ട്. നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കാത്ത പല കാര്യങ്ങളും തന്ന ദൈവം നമ്മൾ അനുഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ഒരു കാര്യത്തിലേക്ക് മാത്രം പലപ്പോഴും നോക്കിയിരിക്കുക. ഞാൻ ചോദിച്ച ഈ ഒരു കാര്യം കർത്താവ് എനിക്ക് ചെയ്തു തരുന്നുണ്ടോ ഇല്ലയോ. പക്ഷെ ഞാൻ ചോദിച്ച ആ ഒരൊറ്റ കാര്യമല്ലാതെ എന്തോരം കാര്യങ്ങൾ കർത്താവ് എനിക്ക് ചെയ്തു തരുന്നുണ്ട്. ആ ഒരേ ഒരു കാര്യത്തിൽ മാത്രം ശാഠ്യം പിടിക്കുമ്പോൾ എൻ്റെ ലൈഫിലേക്ക് ചൊരിയുന്ന അനവധിയായ അനുഗ്രഹങ്ങളെ ചിലപ്പോൾ ഞാൻ കാണാതെ പോകും. നിങ്ങൾ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു മാസക്കാലം എത്രമാത്രം അനുഗ്രഹങ്ങളുണ്ടെന്ന് ഓരോ ദിവസവും ഒന്ന് കുറിച്ചെടുക്കുന്ന നല്ലതായിരിക്കും. ഒരു ദിവസം നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുൻപ് ഇന്നത്തെ ദിവസം ദൈവം എനിക്ക് എത്രയേറെ അനുഗ്രഹങ്ങൾ തന്നു എന്നൊന്ന് ചിന്തിച്ച് ഒന്ന് കുറിച്ച് വയ്ക്കാമെങ്കിൽ നമുക്കത് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. നമ്മൾ ചോദിച്ചതിനും അപ്പുറം, നമ്മൾ ചോദിച്ച കാര്യങ്ങളെക്കാളും അപ്പുറം ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ ആനന്ദമുള്ളവരായിരിക്കുവാൻ, ദൈവം തന്നതിനെ എളിമയോടെ സ്വീകരിച്ച് ജീവിതത്തിൽ ആനന്ദമുള്ളവരായിരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഞാൻ ചോദിച്ച ആ ഒരു കാര്യം ദൈവം തന്നോ ഇല്ലയോ എന്നുള്ളതല്ല, ദൈവം എന്നെ എത്രമാത്രം അനുഗ്രഹിക്കുന്നു. ചോദിച്ചതിലും അധികം, ആവശ്യപ്പെട്ടതിലും അധികം ദൈവം എന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. എത്രമാത്രം വലിയൊരു സ്ഥാനമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ടത്. പരിശുദ്ധ കന്യകാമറിയം കൊടുത്തത് തന്നെയാണ്. എൻ്റെ ദൈവം ഏറ്റവും ഉന്നതനാണ്, എൻ്റെ ജീവിതത്തിൽ ദൈവം കഴിഞ്ഞിട്ടേ മറ്റാരുമുള്ളൂ എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് മറിയം വളർന്നു. ഈ ഒരു ആഗമന കാലത്തിൽ പ്രിയമുള്ളവരെ, നമുക്കും ഒരുക്കത്തോടെ ഒരുമയോടെ പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ നേരിട്ട് തരുന്നതും മറ്റുള്ളവർ വഴി എനിക്ക് തരുന്നതും, ഒരുപക്ഷെ ജീവിതത്തിൽ വീട്ടിൽ ചെറിയൊരു കാര്യം, ഒരുപക്ഷെ ജീവിത പങ്കാളിയാകാം, മക്കളാകാം, അയൽക്കാരാകാം, എനിക്ക് ചെയ്തു തരുമ്പോൾ എളിമയിൽ നിന്നുകൊണ്ട് സ്നേഹത്തോടെ അത് സ്വീകരിക്കാൻ തക്കവണ്ണം ഒരു എളിമയും ഹൃദയവിശാലതയും നമുക്ക് തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.